പ്രിയമുള്ള ജനങ്ങളെ, മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ ഇതുവരെയും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. അത് ഇല്ലാത്ത കാരണം കൊണ്ട് ഇവിടെയുള്ള പുതുതലമുറ ഇവിടെ റോട്ടിൽ നടുമധ്യത്തിൽ നിന്നും ഫുട്ബോൾ കളിക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ആയതിനാൽ ഇവിടെയുള്ള യുവാക്കൾക്ക് അഥവാ ഈ വളർന്നു വരുന്ന യുവതലമുറക്ക് ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ആവശ്യമാണ്. അവർക്ക് അവരുടെ ബുദ്ധി വികാസത്തിനും ശാരീരിക ക്ഷമതക്കും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അത്യാവശ്യമാണ്. അത് യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ്. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടും അതേപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ കളിക്കുന്നത് ഒരു കെട്ടുപന്തലിന്മേലാണ്. അതിൻ്റെ ദയനീയ കാഴ്ചയാണ് കാണുന്നത്. വളരെ വികസനം ഉരുടിപ്പായ ഒരു വാർഡാണ് വേഴക്കോട് 5-ാം വാർഡ്. ഈ 5-ാം വാർഡിൽ ഇവിടെ ഓരോ ഇലക്ഷനിലും UDF അവരുടെ വോട്ട് ബാങ്കായി ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൊണ്ടുവരുമെന്നതാണ്. എല്ലാ പ്രകടന പത്രികയിലും അവർ ഇതുവരെ ജയിച്ചു വന്ന എല്ലാ പ്രകടന പത്രികയിലും ഫുട്ബോൾ ഗ്രൗണ്ട് കൊണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ കൊണ്ടുവരാറില്ല എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇവരോട് പിള്ളേരോട് നമുക്ക് ചോദിക്കാം, ഹലോ, നിങ്ങൾക്ക് ഗ്രൗണ്ട് വേണ്ടേ? എവിടെ നിങ്ങൾക്ക് എവിടെയും ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൗണ്ട് വേണം എന്ന് പറയും. നിങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരിയോട് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ പറയും, വിളിച്ചു പറയും. എവിടെ ഗ്രൗണ്ട് വേണ്ടി? വേഴക്കോട് ഗ്രൗണ്ട് വേണമെന്നാണ് ഇവർ ഉച്ചത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ വളരെ ഉത്സാഹമല്ലേ? പന്ത് നിങ്ങൾ ശരിക്കും കളിക്കൂലേ? നിങ്ങൾക്ക് പന്ത് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉന്മേഷമാണ്. ഇവർക്ക് ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ വളരെ ഉന്മേഷമാണ്. ആ ഉന്മേഷം നിലനിർത്താൻ ഫുട്ബോൾ ഗ്രൗണ്ട് വേണം. ആ ഫുട്ബോൾ ഗ്രൗണ്ടിന് ഒപ്പം തന്നെ നമുക്ക് ഒരു 8-10 പന്ത് വേണം. ഇപ്പോൾ ഇവർ കളിക്കുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ ചുരുട്ടിക്കൂട്ടി അതിന്മേലാണ് ഇവർ കളിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു കളിയാണ്. അപ്പോൾ ഇവിടെ ബന്ധപ്പെട്ട ഭരണാധികാരികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇലക്ഷനിൽ മാത്രം ആ പ്രകടന പത്രികയിൽ മാത്രം ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായാൽ പോരാ. ഹലോ, നിങ്ങളുടെ പ്രകടന പത്രികയിൽ മാത്രമേ ഫുട്ബോൾ ഗ്രൗണ്ട് ഉള്ളൂ. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ആരും ഗ്രൗണ്ട് കൊണ്ടുവരില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഉറക്കെ ഉച്ചത്ത് പറയും ഒന്നുകൂടി. ഇവർക്ക് ഗ്രൗണ്ട് വേണമെന്നാണ് ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ട് പ്രകടന പത്രികയിൽ മാത്രമുള്ള ഗ്രൗണ്ട് അല്ല ഇവിടെ വേണ്ടത്, യാഥാർത്ഥ്യമായ ഗ്രൗണ്ടാണ് എന്നാണ് ജനങ്ങൾ അഥവാ യുവതലമുറ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്.